കടമെടുപ്പ് പരിധിയിലെ കടുംവെട്ടടക്കം കേന്ദ്ര നടപടികൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാക്കിയ സംസ്ഥാനത്ത് വികസന പദ്ധതികളുടെ നടത്തിപ്പും കടുത്ത പ്രതിസന്ധിയിൽ. സാമ്പത്തിക വർഷം അവസാനത്തോടടുത്തിട്ടും പദ്ധതി ചെലവ് പകുതി പോലും ആയിട്ടില്ല. വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ 8% കുറവെങ്കിലും പ്ലാനിൽ മാറ്റം വരുത്താനാണ് നിലവിൽ സർക്കാർ നിർദ്ദേശമെന്നാണ് വിവരം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 5600 കോടി വെട്ടിയ കേന്ദ്രത്തിന്റെ ഇരുട്ടടിയിൽ നിന്ന് കരകയറാൻ തിരക്കിട്ട ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. ശമ്പളമടക്കം നിത്യച്ചെലവുകൾ തട്ടിമുട്ടിപ്പോകുമെങ്കിലും ക്ഷേമ പെൻഷൻ അടക്കം വിവിധ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട അവസ്ഥയാണ്. കടപരിധി കുറച്ച നടപടി പുനഃപരിശോധിക്കുന്നതിനൊപ്പം ഊർജ്ജമേഖലയിലെ പരിഷ്കരണത്തിന് കിട്ടേണ്ട തുകയും ഒപ്പം വിവിധ പദ്ധതികൾക്ക് വരുത്തിയ കുടിശ്ശികയും അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നിരിക്കെ അടുത്ത ബജറ്റിൽ അധിക വിഭവ സമാഹരണത്തിനുള്ള വഴി നിർദ്ദേശിക്കാൻ വിദഗ്ധരടങ്ങിയ വിപുലമായ സമിതി ഉണ്ടാക്കി സർക്കാർ അഭിപ്രായം തേടുന്നുണ്ട്. നിത്യച്ചെലവുകളിൽ മാത്രമല്ല പദ്ധതി നടത്തിപ്പിനും ധനപ്രതിസന്ധി ഉണ്ടാക്കിയത് വലിയ ബാധ്യതയാണ്. 52 ഭരണവകുപ്പുകളിലായി 230 നിർവഹണ ഏജൻസികളുടെയും 1034 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും കണക്കെടുത്താൽ സാമ്പത്തിക വർഷാവസാനത്തോട് അടുത്തിട്ടും ചെലവ് പകുതിയായിട്ടില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 48.22% വകുപ്പുകൾ 48.01% ചെലവഴിച്ചത്. സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് പദ്ധതി നടത്തിപ്പിന് ആകെ ചെലവഴിച്ചത് 3.17% മാത്രം. ഫണ്ടിന്റെ കുറവ് പരിഗണിച്ചാണ് മൊത്തം പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള ആലോചന. നടപ്പ് വർഷത്തെ അടങ്കൽ തുകയായ 38,629 കോടിയിൽ നിന്ന് 8% വരെ കുറവ് അടുത്ത ബജറ്റിലുണ്ടായേക്കുമെന്നാണ് സൂചന. പദ്ധതികളുടെ നടത്തിപ്പും കണക്കും തമ്മിലെ പൊരുത്തക്കേട് ഒഴിവാക്കാമെന്നാണ് വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പുള്ള സംസ്ഥാന ബജറ്റ് വഴി വിവിധ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ സർക്കാരിന് ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ പൈസയില്ലാത്തതാണ് കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങൾക്കുള്ള തടസ്സം. എങ്കിലും സർക്കാർ അധിക ചെലവ് സൃഷ്ടിക്കുന്നു എന്നാണ് നിലവിലെ ആക്ഷേപം. നവകേരള സദസ്സ്, കേരളീയം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ച് നിരവധി തുകയാണ് ചെലവഴിച്ചത്. ഇത് കേരളത്തിൽ വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിരുന്നു. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55 ലക്ഷം രൂപയായിരുന്നു. 7 കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണ് ഇതെന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം സർക്കാരിന്റെ നവകേരള സദസ്സിനും നിരവധി എതിർപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. കേരളം മുഴുവൻ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ തുകകൾ ചെലവഴിക്കുമ്പോഴും പല മേഖലകളും കുടിശ്ശികയിലാണെന്നതാണ് വാസ്തവം. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.